നമസ്കാരം. നമുക്കെന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന മനോഹരങ്ങളായ ക്രിസ്മസ് ഗാനങ്ങൾ സമ്മാനിച്ച ഡോക്ടർ ഫാദർ ജസ്റ്റിൻ പനക്കലുമായിട്ടുള്ള സംഗീതയാത്ര നമ്മൾ തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ തീരില്ല, കാരണം അത്രമാത്രം പറയാനുണ്ട് ഓരോ പാട്ടുകളെ പറ്റിയും. എങ്കിലും നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ക്രിസ്മസ് പാട്ട്, നമ്മളിതുപോലെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത എല്ലാ ക്രിസ്മസിനും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ട്. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. അത് വേറെ പാടാനായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പാട്ട് അച്ഛൻ്റെ കൂടെ ഇരുന്ന് മുഴുവൻ പാടാൻ തോന്നുക. കാരണം അത്ര സുഖമാണ് അച്ഛാ ഈ പാട്ടുകൾ പാടാൻ. അതിൻ്റെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ, അത് എത്ര മനോഹരമാണ് അത്. ആ പാട്ട് ഞാനത് പാട്ട് വരുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നത്, അതിൽ മനുഷ്യനായി ബെത്ലഹേമിൽ നിന്നാണ്, ബെത്ലഹേമിൽ നിന്നാണ്. ഇല്ല, നമ്മൾ ബെത്ലഹേം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനടുത്ത് അത് അച്ഛൻ പറഞ്ഞു കൊടുത്താണോ അതോ ദാസേട്ടൻ അവിടെ അങ്ങനെ പാടിയതാണോ? അതെ അല്ലേ, ബെത്ലഹേമിൽ മനുഷ്യനായി ബെത്ലഹേമിൽ അങ്ങനെയാ പാടുന്നത്. ഓക്കെ, അപ്പം ആ പാട്ട് അങ്ങനെയാണ് അച്ഛാ, ആ പാട്ടിന്റെ ഉദയം. ലിറിക്സ് എഴുതിയത് ജോസഫ് ആറാംകുഴി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്നും കറക്റ്റ് ചെയ്തിട്ടില്ല ഞാൻ, ഒരു വാക്ക് പോലും ഞാൻ അതായത് പൈതലാമേശി എഴുതിയ ആള് തന്നെയാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഞാൻ 8 പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. ഒരു വാക്ക് പോലും ഞാൻ മാറ്റിയിട്ടില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്യണത്. ഞാൻ നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ വെള്ളനാടിനടുത്തുള്ള കാരിക്കോണമെന്ന സ്ഥലത്ത് സെൻറ്റ് ജോസഫ് ഇടവകയിലെ വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. ദൈവശാസ്ത്രം പഠിക്കുന്ന സമയത്താണ് പൈതലാമേശു എന്നുള്ള ഗാനം എഴുതുന്നത്. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കൽ അച്ഛൻ ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു. 1984 തരംഗണി ഇറക്കിയ സ്നേഹപ്രവാഹം എന്നുള്ള ആ ഒരു കാസറ്റിൽ പൈതലാമേശുവെ ഉമ്മ വച്ച് ഉണർത്തിയ എന്നുള്ള ഒരു പാട്ട്, ദൈവം പിറക്കുന്നു മനുഷ്യനായ ബെത്ലഹേമിൽ എന്നുള്ള മറ്റൊരു പാട്ട്, മഞ്ഞു പൊഴിയുന്ന മാമരം കൊച്ചുന്ന മൂന്നാമത്തെ പാട്ട്, നാലാമത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ദൈവം നിരുപമ സ്നേഹം. ഈ 4 പാട്ടും അച്ഛൻ എടുത്തു. അതിൽ ശ്രീ യേശുദാസ് 3 പാട്ട് പാടി, ശ്രീമതി ചിത്ര പൈതലാമേശു എന്നുള്ള ആ ഗാനം പാടി. ദൈവം പിറക്കുന്നു മനുഷ്യനായ ബെത്ലഹേമിൽ എന്നുള്ള ആ ഗാനം അത് ഒരു കരോൾ ഗാനമാണ്. എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു ജമ്പിങ് ട്യൂണിലാണ് അച്ഛൻ അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വരികളും വളരെ ലളിതമാണ്. ലളിതമായിട്ട് എഴുതുമ്പോഴും ദൈവശാസ്ത്രപരമായിട്ടുള്ള സത്ത നഷ്ടപ്പെടുത്താതെ എഴുതാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ സുവിശേഷ പ്രഘോഷണം കൂടെയാണ് എൻ്റെ ഗാനരചന എന്ന് പറയുന്നത്. എന്തായാലും അച്ഛൻ്റെ ഈ പാട്ട് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത റെക്സ് മാഷിലൂടെയാണ് നമ്മൾ വന്നത്. റെക്സ് മാഷിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ നന്ദി, ഇത്രയും നല്ല പാട്ടുകൾക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്ത് തന്നതിന്. ഈ പാട്ടിന് അച്ഛൻ്റെ പേരിലും കൂടെ ഞാനത് റെക്സിനെ അറിയിക്കാം കേട്ടോ. ഓക്കെ, റെക്സ് ഈ എപ്പിസോഡ് കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം അച്ഛാ. ഈ പാട്ട് പാടാൻ വേണ്ടി ജോമോൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം.
പിറക്കുന്നു മനുഷ്യനായി ബേത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. പാതിരാവിൻ മഞ്ഞേറ്റീറനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൻ മഞ്ഞേറ്റീറനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. പകലോനു മുൻപേ പിതാവിൻ്റെ ഹൃത്തിലെ ത്രിയേക സൂനുവാമുദയ സൂര്യൻ. പകലോനു മുൻപേ പിതാവിൻ്റെ ഹൃത്തിലെ ത്രിയേക സൂനുവാമുദയ സൂര്യൻ. പ്രാഭവപൂർണനായി ഉയരും നിതാ പ്രതാപമോടിന്നേശുനാഥൻ. പ്രാഭവപൂർണനായി ഉയരും നിതാ പ്രതാപമോടിന്നേശുനാഥൻ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായ ബേത്ലേഹേമിൽ. ആ പാട്ട്
ജോമൻ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാവർക്കും അവരുടെ പാട്ടുകൾ എത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് യൂട്യൂബ് പോലെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവരുടെ പാട്ടുകൾ എത്തിക്കാം. സോ ഇഷ്ടംപോലെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ കുറച്ച് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുന്നു, കുറച്ച് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതിൽ തന്നെ ഈ ഒരു ക്വാളിറ്റി കുറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവാം എന്ന് നമുക്ക് തോന്നുന്ന പല പാട്ടുകളും അതിൻ്റെ തള്ളൽ കൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ചില പാട്ടുകൾ പുറകോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അച്ഛന് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച്. ഞാൻ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യങ് ഗേൾ ആയിരിക്കട്ടെ, ഒരു പാട്ട് ഭക്തിഗാനം ചെയ്യുമ്പോൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പള്ളിയിൽ അത് ആരെങ്കിലും പാടിയെന്ന് കേട്ട് കഴിയുമ്പോൾ ആ കൊച്ചൻ പള്ളി പോവുകയാണ്, എൻ്റെ പാട്ട് പാടുന്നത്. അപ്പോൾ ദൈവത്തോട് അടുക്കുകയാണ്. ഇനി പാട്ടിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ അത് ആരും അങ്ങ് പോയിക്കോളും. നല്ല ക്വാളിറ്റി ആണെങ്കിലുണ്ടല്ല അതങ്ങനെ തഴയപ്പെട്ടു പോയില്ല, അത് എപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറുപ്പക്കാരത് ചെയ്യുന്നെങ്കിൽ അതവർ ചെയ്തോട്ടാ, അങ്ങനെയെങ്കിലും അവർ ദൈവത്തിലേക്ക് അടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കൊണ്ടുവന്ന പാട്ടിന് ചിലപ്പോൾ മൂല്യം കുറവാണ്, അതുകൊണ്ട് നമ്മൾ ലിറ്ററേച്ചർ അങ്ങ് എടുത്തോളണം എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു ആരാധനയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും പാടുന്നത്. എന്നാലും പ്രാർത്ഥിച്ചിട്ടല്ലേ വരുന്നത്. അത് നമ്മൾ ആദ്യമേ തന്നെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞാൽ പിന്നെ ചിലർക്ക് ഒരു തരം ഒരു അവേർഷനാണ് പിന്നെ സഭയോട് വരുന്നത്. ഇതും ഒരു വഴിയാണ്. പാട്ട് നല്ലതാണെങ്കിലുണ്ടല്ലോ അതങ്ങ് നിൽക്കും, ആർക്കും തടയാൻ പറ്റില്ല. നല്ല പാട്ടുകൾ എത്ര നാൾ കൂടിയാലും പാടും. ഇപ്പോൾ ഡോക്ടർ ചെയ്ത കാര്യം, പ്രത്യേകിച്ച് നാവിൽ, അത് എപ്പോൾ പാടിയാലും അതിൻ്റെ ഒരു മാധുര്യമുണ്ട്. മാധുര്യം തന്നെയല്ല, അത് കുർബാനയൊക്കെ കഴിഞ്ഞങ്ങോട്ട് പാടിക്കുമ്പോഴുണ്ടല്ലോ ഒരു എക്സ്പീരിയൻഷ്യൽ പെർസെപ്ഷൻ ഓഫ് ഗോഡ്, അതായത് ദൈവം നമ്മോട് കൂടിയെന്നുള്ളൊരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിൽക്കും. അപ്പോൾ ചെയ്തു വരുന്ന എല്ലാവരും കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് അത് സഹായമാവുന്നു. അതുകൊണ്ട് ചെയ്തോട്ടെ, നമ്മൾ നിരുത്സാഹപ്പെടുത്തണ്ട. ഓക്കെ. ആദ്യത്തെ പാട്ട് പൈതലാമേശയെ നമ്മൾ ചിത്രചേച്ചിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ ഇപ്പം അച്ഛൻ്റെ അടുത്ത ഒരു പാട്ട്, അതായത് അതുപോലെ തന്നെ ചിത്രചേച്ചിയുടെ അത്രയും വന്നില്ലെങ്കിലും തമിഴകം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഗായികയാണ് ജെൻസി ചേച്ചി. അപ്പം ജെൻസി ചേച്ചിയുടെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു മലയാളികൾ പലർക്കും ഇപ്പോഴും എല്ലാ പാട്ടുകളും അറിയില്ലെന്ന്. അത്രമാത്രം തമിഴിൽ ഒരു കത്ത് നിന്ന കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു അച്ഛൻ്റെ പാട്ട് പാടുന്നത് അല്ലേ, പാരിൽ പിറന്നു ദേവൻ. അതിൻ്റെ ഓർക്കസ്ട്രേഷനും റക്സ് മാഷാണ് അല്ലേ? അല്ലല്ല, അതിൻ്റെത് ഒരു പകുതി ഞാൻ ചെയ്തു. പിന്നെ പകുതി രാജേന്ദ്രൻ മാഷ്, അത് മരിച്ചുപോയി, ചെറുപ്പമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെക്കോർഡിങ് എവിടെയാണ് അച്ഛൻ നടന്നത്? എല്ലാം തരങ്ങണി ട്രിവാൻഡ്രത്ത് എൻ്റെത്. അപ്പം ഈ പാട്ടിന്റെ പാരിൽ പിറന്ന ദേവൻ, അതിന്റെ ലിറിക്സ് ആരാണ്? അതിന്റെ ലിറിക്സ് ഫാദർ ഡൊമിനിക് മനക്കിൽ. അന്ന് അദ്ദേഹം സ്റ്റുഡൻ്റ് ആയിരുന്നു, വരാപ്പുഴ അതിരൂപതയിൽപ്പെട്ട ഒരു വൈദികനാണ് അദ്ദേഹം. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് പോയി, അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് ജെൻസി ചേച്ചി സംസാരിക്കുന്നുണ്ട്, നമുക്ക് ജെൻസി ചേച്ചിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. വളരെ സന്തോഷം. പാരിൽ പിറന്നു ദേവൻ കന്യകമേരിതൻ പുത്രനായി. ജസ്റ്റിൻ പനക്കലച്ചൻ്റെ മനോഹരമായ ഗാനം തരങ്കിണിക്ക് വേണ്ടിയിട്ട് പാടിയ പാട്ടാണ്. ജസ്റ്റിൻ അച്ഛൻ്റെ അതിനു മുൻപ് കേട്ടിട്ടുള്ള പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ല താളമുള്ള പാട്ടാണ്. ഇന്നും ക്രിസ്മസ് സമയങ്ങളിൽ ഇത് പള്ളികളിൽ, ഒരുപാട് പള്ളികളിൽ പാടി ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ആ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. തിരുവനന്തപുരം തരങ്കിണിയിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തത് ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ചെറിയൊരു കുട്ടി എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, മാം എനിക്ക് ആ പാരിൽ പിറന്നു ദേവൻ എന്നുള്ള പാട്ടൊന്ന് പഠിപ്പിച്ചു തരാമോ എന്ന്. ശരിക്കും ഒത്തിരിയേറെ സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും നല്ല ഒരുപാട് നല്ല മനോഹരങ്ങളായ പാട്ടുകൾ എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഈ ഒരു നല്ല ഗാനവും. അപ്പോൾ ജെൻസേച്ചി ആ പാട്ടിനെ പറ്റിയും അച്ഛനെ പറ്റിയും വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചു. നമുക്കിനി ഈ പാട്ട് പാടാൻ വേണ്ടി ടീന ജോയി ഉണ്ട്, നമുക്ക് ആ പാട്ടിലേക്കൊന്ന് പോയിട്ട് വരാം.
അച്ഛൻ്റെ പാട്ടുകളെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പാട്ടുകളുണ്ട്. എങ്കിലും എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു പാട്ട്, അത് പറയാതെ പോകാൻ തോന്നുന്നില്ല. അത് നാഥ ഹൃദയത്തിൻ തന്ത്രികളിൽ ഉണർത്തേണമേ നിൻ മധുരഗീതം, നീറും മാനസമാമരുഭൂമിയിൽ ഒഴുക്കേണമേ നിൻ ജീവജലം, നാഥ ഹൃദയത്തിൻ തന്ത്രികളിൽ. എന്ത് ബ്യൂട്ടിഫുൾ ആണ് വെച്ചാൽ എൻ്റെ കോമ്പോസിഷൻ. അത് പാടുമ്പോൾ നമുക്ക് ആ പാദങ്ങളിൽ പോയി വീഴാൻ തോന്നുന്നില്ല, അതുപോലത്തെ ഒരു കോമ്പോസിഷൻ. അതെ, ആ പാട്ട് എൻ്റെ മറ്റു പാട്ടുകളെക്കാളും ഒരു വ്യത്യാസമുണ്ട്. അത് മാത്രമാണുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലേ, മറ്റു പാട്ടുകളൊക്കെ പല്ലവി കഴിഞ്ഞ് ഇവരിങ്ങനെ, ഇതിൽ ആദ്യത്തേലാണ് അങ്ങനെ പൊക്കി കിടക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ഇതും ഏതാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എല്ലാ പാട്ടുകളും ഓരോ ജെംസാണ്. അതിൽ നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക, അത് എങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഉത്ഭവം? അത് ആ പാട്ട് എഴുതിയത് നമ്മളുടെ ഈ മലങ്കര ബിഷപ്പ് തന്നെയാണ്, ഫാദർ കൊച്ചുതൊണ്ടിയിൽ, ഇപ്പം മൂവാറ്റുപുഴയിലെ ബിഷപ്പ്, അദ്ദേഹം എഴുതിയതാണത്. അതിന് അതും ഗ്രിഗോറിയൻ ഇതിൽ ചെയ്തതാണത്. ഗ്രിഗോറിയൻ ഞാൻ പറഞ്ഞില്ല 8, ആദ്യത്തെ സ്നേഹസ്വരൂപ മോഡ് 1 എന്ന് പറയും. നമുക്ക് രാഗം എന്ന് പറയാം. ഇതിന് 8 മോഡ്സാണ്, രാഗങ്ങൾ പറയാം. എന്നിട്ട് അതിൻ്റെ എൻഡിങ്ങിനാണ് ഒരുപാട് വ്യത്യാസമുള്ളത്. അപ്പം ഇതിൽ രണ്ടാമത്തതാണ്. അപ്പം രണ്ടാമത്തെ ദീക്സിത് ഡോമിനസ് ഡോമിനോ മേവോ സെദയാ ഡെക്സ്ട്രിസ് മെയിസ് ഗ്ലോറിയ പാത്രി എറ്റ് ഫിലിയോ എസ്പിരിതുയി സാങ്ക്തോ നായക ജീവദായക യേശുവേയൻ സ്നേഹഗായക. ആ മോഡലിൽ തന്നെ കിടക്കാൻ പാട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് വരുമ്പോൾ മധുരിമ നിറയും നിൻ സ്നേഹമാണ്, അത് ദാസേട്ടൻ്റെ ആലാപനം എന്ന് പറയുന്നത് അതൊരു വേറൊരു സ്റ്റൈലിലാണ് അദ്ദേഹം ആ പാട്ട് പാടിയേക്കുന്നത്. അത് മറ്റുള്ള പാട്ടുകൾക്ക് കൊടുക്കാത്ത ഒരു സോഫ്റ്റ്നെസ്, നായക, ആ വിളിയൊക്കെ, അതൊക്കെ അതും രാവിലെയാണ് പാടിയത്. രാവിലെ പാടുമ്പോൾ അതിനൊരു എന്തായാലും ആ പാട്ടിൻ്റെ ഉത്ഭവം, അതിൻ്റെ രചന ഇപ്പോഴത്തെ മൂവാറ്റുപുഴയിലെ ബിഷപ്പാണ്. അത് എത്ര പേർക്ക് അറിയാവുന്ന തരത്തിൽ, കാരണം എല്ലാവരും എപ്പോഴും പാടുന്ന പാട്ടാണ്. കാസറ്റിലൊക്കെ കിടക്കുന്ന പേര് ബ്രദർ ജോൺ കൊച്ചുതൊണ്ടിയിൽ നിന്നാണ്. അത് ഞങ്ങളുടെ ബിഷപ്പാണെന്ന് ഇപ്പോഴും മൂവാറ്റുപുഴയിലുള്ള ആൾക്കാർക്ക് പോലും അറിയത്തുണ്ടാവില്ല. നായക ജീവദായക, ഈ ഗാനത്തിൻ്റെ ഒരു ആത്മീയത എന്ന് പറയുന്നത് ഒരു ദൈവസ്തുതിയാണ്. മനുഷ്യനെപ്പോഴും ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. സ്വർഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മാലാഖമാർ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് എപ്പോഴും സ്തുതിച്ചുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവമാണ്, ഒരു ചിന്തയാണ് എന്നെ നയിച്ചത്. സർവത്തിൻ്റെയും രക്ഷകനായ ദൈവത്തെ നമിക്കുന്നു, സ്തുതിക്കുന്നു. നായക ജീവദായക, നമ്മുടെ ജീവൻ്റെ ഉടയവനാണ്, എല്ലാത്തിൻ്റെയും ഉടയവനാണ്. ആ നാഥ, നിന്നെ ഞാൻ നമിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സത്യത്തിൽ ഇതൊരു വെസ്റ്റേൺ മ്യൂസിക് രാഗ പല്ലവിയിലാണ് ജസ്റ്റിനച്ചൻ്റെ ഇതിനെ ചിട്ടപ്പെടുത്തിയിരുന്നത്. ദൈവസ്തുതിയായിട്ട് ഇതിനെ നമ്മൾ കാണുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതിൻ്റെ ഓരോ വരികളും പ്രണമ മന്ത്രങ്ങൾ പോലെ തമ്പുരാൻ്റെ മുന്നിൽ നമ്മെ തന്നെ കാഴ്ചവയ്ക്കുന്നതിന് തുല്യമാണ്. 37 വർഷങ്ങളായിട്ടും ഈ ഗാനം ഇന്നും മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിജയം. ഹൃദയപൂർവ്വം ഇതിൻ്റെ സംഗീതം നൽകിയ പനക്കലച്ഛനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഒരു വലിയ ആത്മീയത അതിനകത്തുണ്ട്. അച്ഛൻ്റെ വലിയൊരു സമർപ്പണം അതിനകത്തുണ്ട്. അച്ഛൻ്റെ വലിയൊരു അറിവ് അതിനകത്തുണ്ട്. ഒരു പക്ഷേ എന്നെ ഈ പാട്ടിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് ഇപ്പോൾ ഇന്ന് ഈ ഭൂമുഖത്തില്ലാത്ത ഒരു വൈദികനാണ്. അദ്ദേഹത്തെ ഓർമ്മിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ആലപ്പുഴ രൂപതയിലെ സൈസ എന്ന് പറയുന്ന എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ്. ഒരു പക്ഷേ ജസ്റ്റിനച്ചനെ ഞാനുമായിട്ട് കൂട്ടിമുട്ടിച്ചത് സൈസയാണ്.
ആ സൈസ എന്ന് പറയുന്ന പുരോഹിതൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമർപ്പണം ഒന്നുകൂടി എല്ലാവർക്കും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആ വൈദികനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛാ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ പാട്ടായിട്ട് ഈ പാട്ട് തന്നെ നായക ജീവദായക പാടുവാൻ വേണ്ടിയിട്ട് ജിനു എത്തിയിട്ടുണ്ട്. നമുക്ക് ജിനുവിലൂടെ ആ ഗാനം ഒന്ന് കേൾക്കാം. നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക. നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക. നാമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹഗായക. നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക. തമസിലുഴലുമൻ ജീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരേ. തമസിലുഴലുമൻ ജീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരേ. പ്രണാമമുത്തങ്ങൾ ഏകിടാമെന്നും പ്രണാമമന്ത്രങ്ങൾ ചൊല്ലിടാം. നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക. നാമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹഗായക. മധുരിമ നിറയും നിൻ സ്നേഹമാം തണലിൽ ആശ്വാസമേകു എന്നാത്മനാഥ. മധുരിമ നിറയും നിൻ സ്നേഹമാം തണലിൽ ആശ്വാസമേകു എന്നാത്മനാഥ. പ്രകാശധാരകൾ പൊഴിയുക എന്നിൽ പ്രപഞ്ചതാതാ നീ കനിവോടെ. നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക. നാമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹഗായക. യേശുവേ എൻ സ്നേഹഗായക യേശുവേ എൻ സ്നേഹഗായക. അച്ഛൻ്റെ ആത്മീയ ജീവിതം എത്രയോ പേർക്ക് മാതൃകയാണ്, എത്രയോ പേർക്ക് അതൊരു പ്രചോദനമാണ്. അച്ഛന് ഞങ്ങൾക്കെല്ലാവർക്കും തരാനുള്ള സന്ദേശം എന്താണ്? ആദ്യമായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഡോക്ടറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഒരു മ്യൂസിക് ഡയറക്ടർ ഡോക്ടറിൻ്റെ പാട്ടുകൾ
എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒന്ന് ശാലോം. എനിക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ശാലോം. ദൈവത്തെ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ കാണേണ്ടത് നമ്മുടെ സ്നേഹിതനായിട്ടാണ്, ഫ്രണ്ട്, നമ്മുടെ ബിലവേഡ്, നമ്മുടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. കർത്താവിൻ്റെ പടം നമ്മുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ വെറുതെ ഒന്ന് ചുംബിക്കുക. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണത്, ഒന്നും പറയണ്ട. അത് വലിയ പ്രാർത്ഥനയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക, അത് തിരിച്ചു വരിക, ഈശോയുടെ കുരിശുതരൂപം ഒന്ന് തൊട്ട് മുട്ടുക, അല്ലെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെന്ന് ഉള്ളാലെ വിളിക്കുക. വലിയ പ്രാർത്ഥനയാണിത്. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, അതൊരു സത്യമാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം വസിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമുക്കൊരു നിമിഷം മതി, ജീസസ് ഐ ലവ് യു, ജീസസ് മേഴ്സി, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, അത് അങ്ങനെ പറയുക. അതൊക്കെ വലിയ പ്രാർത്ഥനയാണ്. എൻ്റെ ഉള്ള് പൊള്ളയല്ല, എൻ്റെ ഈശോ, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. ദൈവത്തെ ഓർത്താൽ മതി ഇങ്ങനെ, എൻ്റെ ഈശോ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുക. ഈ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് തരാനുള്ളത്. ഹൃദയത്തിലേറ്റി നെഞ്ചോട് ചേർക്കുന്ന ഒത്തിരി പാട്ടുകൾ നമ്മുടെ സഭയ്ക്ക് സമ്മാനിച്ച അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ ഈ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി യുവാക്കൾക്ക് അച്ഛൻ്റെ ഈ ജീവിതം ഒരു മാതൃകയാവട്ടെ, ഒരു പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി അച്ഛാ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. താങ്ക് യു. യേശുനാഥൻ